ലോൺ എടുത്തവരാണ് ഭരിക്കുന്നത്. മോദി ഇവിടെ നിന്നാണ്, RSSൽ നിന്നാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി പറയുന്ന യോഗി ആദിത്യനാഥ് ഇവിടെ നിന്നാണ്, RSSൽ നിന്നാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ RSSൽ നിന്നാണ് എന്ന് മാത്രമല്ല, BJPയുടെ ആത്മാവ് എന്ന് പറയുന്ന RSS ആണ്. കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ ചർച്ചകളിൽ തന്നെ BJP നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ RSSലെ നേതാവ് ഇത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ വിഷയമല്ല, അത് ഒരു സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയല്ല എന്ന രീതിയിലാണ് അവർ പറയാറ്. അത് അവരുടെ രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ ശരിയായ രീതിയിലല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഉദ്ധവ് താക്കറെയാണല്ലോ പറഞ്ഞത് RSSനെ നിരോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. ഒരിക്കലും ചെയ്യില്ലല്ലോ. RSSന്റെ അജണ്ട നടപ്പാക്കുക. RSS 100ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പാക്കിയല്ലേ BJP ചെയ്യുന്നത്. അതിപ്പോൾ ജനസംഘത്തിൻ്റെ കാര്യത്തിലായാലും ജനസംഘം എങ്ങനെയാണ് രൂപീകരിക്കുന്നത് അല്ലേ? ഗോൾവാക്കറുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ജനസംഘിൻ്റെ രൂപീകരണത്തിലേക്ക് പോകുന്നത്. അത് ഏത് ഘട്ടത്തിലാണ്? താങ്കൾ പറഞ്ഞതുപോലെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കില്ല, രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്ന ഉറപ്പിന്മേലാണ് പിന്നീട് RSSന്റെ നിരോധനം നീക്കുന്നത്. അപ്പോൾ ആ ഘട്ടം തൊട്ട് ഉള്ള ഓരോ കാര്യങ്ങളായി പറഞ്ഞു വരുമ്പോഴും എന്തൊക്കെയാണോ RSS പറഞ്ഞിട്ടുള്ളത്, RSSന്റെ അജണ്ടയാണ് കൃത്യമായി നടപ്പാക്കിയിട്ടുള്ളത്. നിരോധനം നീക്കാൻ ചില കാര്യങ്ങൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ നിർദ്ദേശിക്കുന്നു. അതിലൊന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടില്ല എന്ന് ഉറപ്പായിരുന്നു. നിരോധനം നീക്കാനും ആളുകളെ ജയിലിൽ നിന്ന് ഇറക്കാനും മാപ്പപേക്ഷ ഉൾപ്പെടെ എന്തും എഴുതി നൽകുന്ന RSS ആ നിർദ്ദേശം പാലിക്കാമെന്ന് പറഞ്ഞു. നമുക്കറിയാലോ എങ്ങനെയാണ് മാപ്പ് പറഞ്ഞിട്ട് തിരിച്ചെത്തിയതെന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നെഹ്റു മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം പ്രീണനം സർക്കാരിലുണ്ട് എന്ന് ആരോപിച്ചിട്ടാണ് രാജിവെക്കുന്നത്. അങ്ങനെ 51-ൽ അന്നത്തെ RSS മേധാവി ഗോൾവാക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് ജനസംഘം രൂപീകരിക്കുന്നത്. ജനസംഘം രൂപീകരിക്കേണ്ടത് RSSന്റെയും ആവശ്യമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ല, ഇടപെടാൻ വേണ്ടി ഒരു ജനസംഘം വേണം എന്നുള്ളതുകൊണ്ട്. അങ്ങനെ രാഷ്ട്രീയ മുഖത്തിന് വേണ്ടി ജനസംഘം വരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനോട് പ്രതികാരം ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 51-ൽ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻ ദയാൽ ഉപാധ്യായയുടെ നേതൃത്വത്തിലാണ് ജനസംഘം രൂപീകരിക്കുന്നത്. അന്ന് ജനസംഘത്തിന്റെ പ്രധാന മുദ്രാവാക്യം 51-ലെ മുദ്രാവാക്യമാണെന്ന് ആലോചിക്കണം. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക, ഗോവധം നിരോധിക്കുക, ആർട്ടിക്കിൾ 370 റദ്ദാക്കുക. 51-ലെ ആ അജണ്ടയാണ് ഇപ്പോൾ ഈ 24 എത്തുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1980 ഏപ്രിൽ 6 ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്ത് വെച്ചാണ് BJP എന്ന പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഈ എണ്ണ വിളക്കിന് പകരം താമര ചിഹ്നം സ്വീകരിക്കുന്നു. പക്ഷേ RSSുമായുള്ള BJPയുടെ ആദ്യകാല ബന്ധം ചില ഘട്ടങ്ങളിൽ മോശമായിരുന്നു എന്നുള്ള കാര്യവും ചരിത്രം പറയുന്നുണ്ട്. 77-ൽ 22 സീറ്റ് ജനസംഘത്തിനുണ്ടായിരുന്നെങ്കിൽ 84-ൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2 സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത്. കാരണം അന്നത്തെ RSS മേധാവി ബാലാസാഹിബ് ദേവറസ് കോൺഗ്രസിന് പിന്തുണ നൽകിയെന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ RSSും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുമായുള്ള ബന്ധമടക്കം 80-ന് ശേഷം ഇന്ദിരാഗാന്ധിയുമായി, രാജീവ് ഗാന്ധിയുമായി, സഞ്ജയ് ഗാന്ധിയുമായി RSSന് മികച്ച ബന്ധമുണ്ടായിരുന്നുള്ളതാണ്. പിന്നെ ഈ രാമക്ഷേത്ര പ്രക്ഷോഭം ആരംഭിക്കുമ്പോഴാണല്ലോ ഈ ബന്ധം ശക്തമാവുകയും, അതായത് RSSും BJPയും തമ്മിലുള്ള ബന്ധം ആ രൂപത്തിലാണ് എന്ന് പറയുകയും അങ്ങനെ RSSനെ ഒഴിച്ചു നിർത്തി ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമായി BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. JP നഡ്ഡയുടെ ലേഖനത്തിലേക്ക് വന്നാൽ അതിലെ വാചകങ്ങൾ അതാണ്. തുടക്കത്തിൽ ഞങ്ങൾ അത്ര പ്രാപ്തരായിരുന്നില്ല, ചെറിയ കക്ഷിയായിരുന്നു. RSSന്റെ സഹായം അന്ന് ആവശ്യമായിരുന്നു. ഇന്ന് ഞങ്ങൾ വളർന്നു, ഞങ്ങൾ പ്രാപ്തരാണ്, ഞങ്ങൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയും. RSS ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര മുന്നണിയാണ്. RSSും BJPയും പരസ്പര ബഹുമാനത്തിൽ മുന്നോട്ട് പോകുന്നു. ചില മാധ്യമങ്ങൾ RSS BJP ബന്ധത്തിൽ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പരത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്നു. ചില ഘട്ടങ്ങളിലെങ്കിലും RSSന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ BJPയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലാണ് ചിലപ്പോൾ ചില സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലൊക്കെ ചില തീരുമാനങ്ങൾ വിരുദ്ധമായി വരാറുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പ്രായോഗിക ബുദ്ധിയോടെ BJP മുന്നോട്ട് പോകും. RSSനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ആശയമാണ് പ്രധാനം. അപ്പോൾ ആശയം മുന്നോട്ട് വയ്ക്കും. ആശയവും പ്രായോഗികതയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ചില സമയത്ത് BJP ആണത് ജയിക്കാറ്. അപ്പോൾ ആ കാര്യത്തിൽ ചില ചില എന്താ പറയുക വിരുദ്ധമായ പ്രതികരണങ്ങൾ RSS നേതാക്കളിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഈ ഈ ഈ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ചർച്ച നടക്കുന്നത്. കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറയുന്ന ഉത്തരം ശ്രദ്ധിക്കണം. 3 കേസുകൾ മാത്രമല്ല, ലവ് ജിഹാദിൻ്റെ 100 കണക്ക് കേസുകൾ കേരളത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് ആരുടെ ആശയമാണ്? അത് BJPയുടെ മാത്രമല്ലല്ലോ. ഇപ്പോൾ RSSും BJPയും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള സത്യമാണ്. ഇപ്പോൾ മോദിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള BJPയുടെ ശൈലിയോട് RSSന് എതിർപ്പുണ്ട്. അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം എടുത്തിട്ടിരിക്കുന്നത് കേജ്രിവാളാണ് അല്ലേ? 75 കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരുമെന്നുള്ളത് പറയുന്നതും യോഗി ആദിത്യനാഥ് ഇതാ പുറന്തള്ളപ്പെടാൻ പോകുന്നു. യോഗി ആദിത്യനാഥ് പുറന്തള്ളപ്പെടാൻ പോകുന്നു എന്നുള്ളത് RSSനെ സംബന്ധിച്ച് താല്പര്യമുള്ള കാര്യമല്ല. RSSനെ നെറ്റിച്ചുളിച്ച പ്രതികരണമാണത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച തുറന്നു വച്ചിരിക്കുന്നു. 2023 ഫെബ്രുവരി 15 വ്യക്തിപൂജ ഗുണം ചെയ്യില്ല എന്ന് മോഹൻ ഭാഗവത് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് പ്രധാനപ്പെട്ട പദവി നൽകുന്നതിനോടും RSSന് എതിർപ്പുണ്ട്. RSSന്റെ ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് പുറത്തുനിന്ന് വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇതൊക്കെ തന്നെയും BJPയുമായുള്ള
ഒരു 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 കാര്യമായിട്ടാണ്. അങ്ങനെയല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ തിരുവനന്തപുരത്തടക്കം അത് ദൃശ്യമായിട്ടുണ്ട്. RSS ഒരു അർദ്ധ സൈനിക സംഘടനാ സംവിധാനമുള്ള സാംസ്കാരിക സംഘടനയാണ്. അടിയന്തര ഘട്ടത്തിൽ മാത്രമാണ് RSS മുന്നോട്ട് വരിക, മുന്നിൽ നിന്ന് സംസാരിക്കുക, പുറകിൽ നിന്ന് ചാലകശക്തിയായി പ്രവർത്തിക്കും. അവരുടെ ഓരോരോ അജണ്ടയായി 100-ാം വാർഷികത്തിൽ പറഞ്ഞ അവസാനത്തെ തീരുമാനം പോലും നടപ്പാക്കും. അല്ലേ, നമുക്കറിയാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ മോദി വന്ന ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്ന് 51-ൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കിയിരിക്കും. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ രണ്ടും ഒന്നാണ്, ആത്മാവാണ്. അങ്ങനെ ആത്മാവ് വിട്ടുകൊണ്ട് BJP ഇല്ല. Meet the editors.